പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് നൽകാനുള്ളത് 17 മാസത്തെ പെൻഷൻ. ജീവിതകാലം മുഴുവൻ നിർമ്മാണ മേഖലയിൽ പണിയെടുത്ത് ആരോഗ്യം തകർന്ന് നിർധനാവസ്ഥയിൽ കഴിയുന്ന 4 ലക്ഷത്തോളം പേർക്കാണ് മാസങ്ങളായി തുച്ഛമായ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത്. വിവാഹം, ചികിത്സ, വിദ്യാഭ്യാസം, മരണാനന്തര സഹായം എന്നിവയും 2 വർഷമായി മുടങ്ങിയിരിക്കുകയാണ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് നിലവിൽ 4 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ നൽകുന്നത്. പുതുതായി അപേക്ഷ നൽകിയിരിക്കുന്ന 2 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ അനുവദിക്കാനുണ്ട്. ക്ഷേമനിധി അംഗത്വ പെൻഷൻ, കുടുംബ പെൻഷൻ, സാന്ത്വന പെൻഷൻ, അവശതാ പെൻഷൻ എന്നീ വിഭാഗങ്ങളിൽ 1600 രൂപയാണ് മാസം തോറും പെൻഷൻ. 17 മാസത്തെ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതിന് 1018 കോടി രൂപയാണ് വേണ്ടത്. നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലുള്ള 550 കോടി രൂപ സർക്കാർ എടുത്തത് തിരികെ നൽകിയിട്ടില്ല. ചുമട്ടുതൊഴിലാളി, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധികളിൽ നിന്ന് 250 കോടി രൂപ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി വായ്പ എടുത്തിട്ടുണ്ട്. സംസ്ഥാനത്താകെ 7 ലക്ഷം പേരാണ് ക്ഷേമനിധി അംഗങ്ങൾ. ക്ഷേമനിധിയുടെ പ്രധാന വരുമാനം സെസ് ആണ്. നേരത്തെ തൊഴിൽ വകുപ്പ് പിരിച്ചിരുന്ന സെസ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളാണ് പിരിക്കുന്നത്. നിർമ്മാണ കരാറുകാരിൽ നിന്ന് ബിൽ തുകയുടെ 1% ക്ഷേമനിധി വിഹിതമായും ഈടാക്കുന്നുണ്ട്. 60 വയസ്സ് വരെ 45 രൂപ വീതം തൊഴിലാളികൾ മാസം തോറും ക്ഷേമനിധി വിഹിതമായി നൽകണം. ക്ഷേമനിധിയിൽ നിന്ന് സർക്കാർ വകമാറ്റിയ 550 കോടി രൂപ തിരിച്ചു കൊടുത്താൽ ഏതാനും മാസത്തെയെങ്കിലും പെൻഷൻ കുടിശ്ശിക നൽകാനാകും. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.